യഹോവയീരേ, ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, തന്നടിപ്പിണറാൽ സൗഖ്യം. യഹോവ ശമ്മ, കൂടെയിരിക്കും, നൽകുമവൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. വീണ്ടും ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം നമുക്കൊന്ന് ചിന്തിപ്പാൻ സ്വർഗത്തിലെ വലുവനായ ദൈവം നമുക്കൊരുക്കി തന്ന ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ചിന്തയിലേക്ക് എല്ലാ പ്രിയ മക്കളെയും ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്നത് വളരെ ചെറുപ്പം എന്ന തലക്കെട്ടിൽ കൂടിയ ഒരു വിഷയമാണ്. അതിൻ്റെ മനപ്പാട് വാക്യം എടുത്തിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. അത് ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം കേട്ട് സുവിശേഷം അറിഞ്ഞ അനേകർ കർത്താവിൽ വിശ്വസിച്ച് സ്നാനമേൽക്കുവാൻ മുൻപോട്ട് കടന്നു വന്നതായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ അനേക പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ ഈ സ്നാനമേൽക്കാൻ കടന്നു വന്ന ജനങ്ങളുടെ കൂട്ടത്തിൽ ശിശുക്കളെ സംബന്ധിച്ചോ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോ പരാമർശമുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്നാൽ ശിശുക്കളെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകം കർത്താവ് യേശുക്രിസ്തുവിലൂടെ പ്രസ്താവിച്ചിരിക്കുന്ന പ്രസ്താവന, അനേക മാതാപിതാക്കൾ കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അവൻ്റെ അടുക്കിലേക്ക് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി കർത്താവ് അവരുടെ തലമേൽ കൈവച്ച് അവർക്ക് അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കർത്താവ് തന്നെ അവരോട് പറഞ്ഞത്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുതെന്ന് മത്തായിയുടെ സുവിശേഷം 19-14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു കുഞ്ഞുങ്ങളെ വളരെ ആഴമായി സ്നേഹിച്ചിരുന്നു. അവരെ അടുക്കൽ വിളിക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവരെ താലോലിക്കുവാനും കർത്താവ് സമയം കണ്ടെത്തിയിരുന്നു. എന്നാൽ നാം തിരുവചനത്തിൽ മനസ്സിലാക്കുന്ന ഒരു വലിയ തത്വം, പ്രധാനപ്പെട്ട ഒരു കാര്യം, കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തിയതായിട്ട് അവിടെ നമ്മൾ കാണുന്നില്ല. എന്നാൽ അവരെ അനുഗ്രഹിച്ചു. നാം തിരുവചനത്തിൽ പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്നാനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ സ്നാനം സ്വീകരിക്കുവാൻ ഒരു വ്യക്തി പ്രാപ്തമാകുകയും അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള പക്വത ഉണ്ടാകുകയും സ്നാനം എന്താണെന്ന് തിരിച്ചറിയാനുള്ള പ്രായം ഒരു വ്യക്തിക്ക് ആകുമ്പോഴാണ് ഒരു വ്യക്തി സ്നാനത്തിന് ഒരുങ്ങുവാൻ യോഗ്യമായി തീരുന്നത്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു പഠിപ്പിച്ച ഉപദേശങ്ങൾ അതെന്താണ് എന്ന് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും അത് തിരിച്ചറിയാനും കഴിയുമ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ എനിക്ക് കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കണം, എനിക്ക് അവരുടെ നാമത്തിൽ സ്നാനമേൽക്കണം എന്ന് പാസ്റ്റർമാരോടോ സുവിശേഷ പ്രവർത്തകരോടോ അറിയിക്കുമ്പോഴാണ് നാം ഒരു വ്യക്തിയെ സ്നാനപ്പെടുത്തുവാൻ ആ വ്യക്തി യോഗ്യമായി അല്ലെങ്കിൽ അതിനുള്ള പക്വത പ്രാപിച്ചു എന്ന് മനസ്സിലാക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. കാരണം അങ്ങനെ ഒരു തിരിച്ചറിവില്ലാതെ അനേകരെ സ്നാനപ്പെടുകയോ അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയോ ചെയ്തിട്ട് അത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ തുറന്നുള്ള ജീവിതത്തിൽ അതിന് വിരുദ്ധമായി ജീവിക്കുന്ന അനുഭവങ്ങളും അനേകരുടെ
ജീവിത സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തിരുവചനം പറയുന്നത് നാം ശിശുക്കളെ സ്നാനപ്പെടുത്തുകയല്ല, അവരെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ അവരെ ദൈവസേനയിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത് ആവശ്യമാണ്, അവരെ പ്രതിഷ്ഠിക്കുക ആവശ്യമാണ്. ഇപ്പം ഇവിടെ നമ്മൾ തിരുവനന്തപുരത്തിൽ കാണുന്നത് എത്യോപ്യൻ രാജ്ഞിയുടെ ഷണ്ണൻ തേരിൽ ഇരുന്നു കൊണ്ട് യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ വെളിപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയക്കുകയും അവന് സ്നാനമേൽക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ദൈവം മനസ്സിലാക്കി ഫിലിപ്പോസ് അവൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ആ സ്നാനമേൽക്കുവാനുള്ള ആ മനസ്സ് ഫിലിപ്പോസിനോട് തുറന്നു പറയുന്നു. എന്നാൽ വായിച്ച കാര്യങ്ങൾ എന്താണെന്ന് അവന് ഗ്രഹിച്ചില്ല. എന്നാൽ അവിടെ ഫിലിപ്പോസ് കർത്താവ് യേശുക്രിസ്തുവിന്റെ മാത്രമാണ് രക്ഷ എന്ന് അവന് ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് അവന് സ്നാനം നൽകിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കുവാനും ദൈവാനുഗ്രഹത്തിൽ വളർത്തുവാനും വചനം പഠിക്കുവാനും ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് പത്യോപദേശം അനുസരിച്ചുകൊണ്ട് അതിന് പ്രകാരം നല്ല കുഞ്ഞുങ്ങളായി ജീവിപ്പാനും അവരുടെ ഹൃദയത്തിൽ അവർ കർത്താവിന് വേണ്ടി അവരെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തീരുമാനമാകുമ്പോൾ, അവർക്കതിന് തീരുമാനമെടുക്കാനുള്ള പ്രായമാകുമ്പോൾ നാം അവരെ സ്നാനപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവർ സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും മാതാപിതാക്കൾക്കും പ്രയോജനമുള്ള നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരാൻ സാധിക്കും എന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ ദിവസങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ നല്ല ജീവിതത്തിനായി നമുക്ക് അവരോടൊപ്പം നമ്മൾ സമർപ്പിക്കുകയും ചെയ്യാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. എവിടെയെങ്കിലും സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, ഈ നല്ല പ്രഭാവത്തിനായി വീണ്ടും നിന്നെ സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് വീണ്ടും നിന്റെ വചനം ഒന്നിച്ച് ചിന്തിപ്പാൻ അല്പസമയം അടിയങ്ങൾക്ക് തന്നതോർത്ത് തന്നെ സ്തുതിക്കുന്നു. ഈ വചന പഠനം കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തിൽ അത് പ്രയോജനമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. ഇത് ശ്രമിച്ചല്ല നിന്റെ കുഞ്ഞുങ്ങളെയും അവരുടെ ഭവനങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. ദൈവജനത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിപ്പാൻ നിന്റെ മക്കളെ അവിടെ സഹായിക്കണം. അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണം. മൗനമൊത്ത കർത്താവ് നടക്കണം. എല്ലാ അടിയങ്ങൾക്ക് ആ ജീവനെ തന്നാൽ യേശു നാം ചോദിക്കുമ്പോൾ കൃപയുടെ നല്ല ദൈവമേ, ആമേൻ.